ആദരണീയനായ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ അടക്കം വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ളവർ, സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സുന്നി യുവജന സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള പരിപാടിയാണ്. പൗരാവകാശ സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മുടെ കേരള സുന്നി യുവജന സംഘം 70 വർഷത്തെ പാരമ്പര്യമുള്ള സംഘടനയാണ് എന്ന് നമുക്കറിയാം. യുവജനങ്ങൾക്കിടയിൽ സാംസ്കാരിക ധാർമ്മിക മൂല്യങ്ങൾ പകർന്നു നൽകുന്നതിലും സമൂഹത്തെ പുരോഗമനപരമായി മുന്നോട്ട് നയിക്കുന്നതിലും ഈ സംഘടന നൽകിയിട്ടുള്ള സംഭാവന വളരെ വലുതാണ്. ഇപ്പോൾ അധ്യക്ഷ ഭാഷണത്തിലും ബഹുമാനായ കാന്തപുരം അത് തന്നെയാണ് ആവർത്തിച്ചത്. കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലത്തിനിടയിൽ വിദ്യാഭ്യാസ, ആരോഗ്യ, തൊഴിൽ മേഖലകളിൽ ഈടുറ്റ സംഭാവനകൾ നൽകാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം സാന്ത്വന സേവന സന്നദ്ധ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുക്കുന്നു. കേരള സമൂഹത്തിൻ്റെ ഐക്യവും മതനിരപേക്ഷതയും കാത്തുസൂക്ഷിക്കാൻ ഉതകുന്ന ഇടപെടലുകൾ നടത്തി മുന്നോട്ടു പോകാൻ ഉതകുന്ന ചർച്ചകളാണ് ഈ യുവജന സമ്മേളനത്തിൽ നടക്കുക എന്നത് ഉറപ്പായി കരുതാവുന്നതാണ്. ആ രീതിയിലുള്ള പ്രവർത്തന പാരമ്പര്യമാണ് ഈ സംഘടനയ്ക്ക് ഉള്ളത്. ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി 120 സെഷനുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നാടിൻ്റെ ഉത്കർഷം ലക്ഷ്യം വെച്ചുള്ള ചർച്ചകളാൽ ഈ സെഷനുകളെല്ലാം സമ്പന്നമാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള ഫ്യൂച്ചർ കേരള സമ്മിറ്റ്, നെക്സ്റ്റ് ജെൻ കോൺക്ലേവ്, ഇവ നവകേരള സൃഷ്ടിയിൽ മുതൽക്കൂട്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ പൗരാവകാശ സമ്മേളനമാണ് ഇന്ന് നടക്കുന്നത്. നമ്മുടെ രാജ്യത്തെ പൗരാവകാശങ്ങളുടെ അടിസ്ഥാനം തന്നെ നമ്മുടെ ഭരണഘടനയാണ്. നിർഭാഗ്യവശാൽ ആ ഭരണഘടനയുടെ ശില്പിയെപ്പോലും അപമാനിക്കാൻ മടിയില്ലാത്തവരാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. രാജ്യസഭയിൽ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് നടന്ന ചർച്ച നമ്മുടെ എല്ലാം ശ്രദ്ധയിലുള്ളതാണ്. ആ ചർച്ചയിലാണ് ഭരണഘടനാ ശില്പികളിൽ പ്രധാനിയായ ഡോക്ടർ അംബേദ്കറെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശം ആഭ്യന്തരമന്ത്രിയിൽ നിന്നുണ്ടായി. ഓരോ പൗരനും അന്തസ്സോടെയുള്ള ജീവിതം ഉറപ്പാക്കാനും സമത്വവും സമഭാവനയും ഊട്ടിയുറപ്പിക്കാനും വേണ്ട പരിശ്രമങ്ങൾ നടത്തിയ മഹാനാണ് അംബേദ്കർ. നമ്മുടെ നാടിൻ്റെ നവോത്ഥാന, പുരോഗമന, അധിനിവേശ വിരുദ്ധ ആശയങ്ങളെ
സ്വാംശീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്.